എത്ര ഉന്നതമായ ഹൊറോസ്കോപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾ ഗൃഹം നിർമ്മിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഗൃഹത്തിനനുസരിച്ചായിരിക്കും പിന്നെ നിങ്ങളുടെ ഗ്രഹനിലയുടെ പോക്ക്. അതുകൊണ്ട് അത് പെർഫെക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ തിരശ്ശീലയ്ക്ക് പിന്നിലായി പോകും. ആരും നിങ്ങളെ മൈൻഡ് ചെയ്യാൻ കാണുകയില്ല. നമസ്കാരം. നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാസ്തു വിദഗ്ധനായ ശ്രീ മാർട്ടിൻ അഗസ്റ്റിനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സ്ഥലം കുമിളിയാണ്. വാസ്തുവിനെ പറ്റിയുള്ള കൂടുതൽ സംശയങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, പുഴയുടെ തീരത്ത് വീട് നിർമ്മിക്കുന്നത് അഭികാമ്യമാണോ? തീർച്ചയായും നമുക്ക് പണിയാം. പക്ഷേ അതിനൊരു രീതിയുണ്ട്. എപ്പോഴും നല്ല ഫലത്തെ തരുന്നത് നമ്മുടെ പുരയിടത്തിൻ്റെ കിഴക്കോ വടക്കോ പുഴ ഉള്ള പുരയിടമാണ് ഏറ്റവും നല്ലത്. അല്ലാതെ തെക്കും പടിഞ്ഞാറും പുഴയോട് കൂടിയ പുരയിടങ്ങൾ ശുഭകരമല്ല. അവിടെ ഗൃഹം വെച്ച് താമസിക്കാനും കൊള്ളില്ല, അല്ലെങ്കിൽ വ്യാവസായികമായിട്ട് ഉപയോഗിക്കാനും കൊള്ളില്ല. ഒരു സമയം കഴിയുമ്പോൾ അത് നഷ്ടത്തിലേക്ക് കലാശിക്കും. ഈ വീഥികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉള്ള അതേ എഫക്റ്റ് തന്നെ ഈ പുഴകൾക്കുമുണ്ട്. ഈ പുഴകളുടെ തന്നെ ചില കുത്തുകളുണ്ട്, വീഥികൾ പോലെ. അതുപോലെ വശങ്ങളിൽ വരുന്ന ജലത്തിൻ്റെ ഒഴുക്ക്, ഇതെല്ലാം ചിലത് നമുക്ക് ഗുണത്തെ തരും, ചിലത് വലിയ ദോഷങ്ങളെ തരും. അതുകൊണ്ടാണ് എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാവർക്കും വലിയ ക്രൈസാണ് പുഴയോരത്ത് വീട് വെച്ച് ആ ഭംഗിയൊക്കെ ആസ്വദിക്കാനും. പക്ഷേ ഏറ്റവും കൂടുതൽ ട്രാജഡികൾ സംഭവിക്കുന്ന ഒരിടമാണ് പുഴയോരത്തെ വീടുകൾ. വലിയ ധനാഢ്യരൊക്കെ അവിടെ പോയി വീടൊക്കെ വെച്ച് വളരെ ഇതായിട്ടൊക്കെ ചെയ്യും. പക്ഷേ വീടുകൾ പണിഞ്ഞ് താമസിക്കാറുണ്ട്. ഒരു സമയം കഴിയുമ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകും. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അതിൻ്റെ ഫലം എന്താണോ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി കഴിയുമ്പോഴത്തേന് അവിടുന്ന് സ്ഥലം വിടും. എന്നിട്ട് വാടകയ്ക്ക് കൊടുക്കും. അല്ലെങ്കിൽ ചിലതിപ്പം ഒത്തിരി എണ്ണം റിസോർട്ടുകളായിട്ടുണ്ടോ, ഹോം സ്റ്റേകളായി മാറിയിട്ടുണ്ട്. ഈ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് റിസോർട്ടുകളുണ്ട്, ഒത്തിരി എണ്ണം ഉണ്ടായിട്ടുണ്ട്. എല്ലാം വിവാദങ്ങളും ആയി പോയിട്ടുണ്ടല്ലോ. അത് എത്ര ഉന്നതന വെച്ചെന്ന് പറഞ്ഞാലും ശരി, ഇതുപോലെ ആകാത്തരത്തോട് ഒഴുക്കും കുത്തുകളും ഒക്കെ വന്നു കഴിയുമ്പോൾ അവിടെ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളും രാജകോപങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് കുഴപ്പങ്ങളുണ്ടാകും. അത് അവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരും. ആറാണെങ്കിലും തോടാണെങ്കിലും പുഴയാണെങ്കിലും ഇതിനെല്ലാം ഇതേപോലുള്ള ഗുണങ്ങളുമുണ്ട്, അതുപോലെ ദോഷങ്ങളുമുണ്ട്. കൃഷിയിടങ്ങളാണെങ്കിലും ഇതുപോലെ തന്നെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അല്ല, കൃഷിയിടങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല. അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളത്, വസിക്കുന്ന ഗൃഹത്തിനടുത്ത് പുരയിടം വാങ്ങാമോ? തീർച്ചയായിട്ടും. അതിൽ ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി വളരെ ക്ലിയറായിട്ട് പെർഫെക്റ്റായിട്ട് വാസ്തുപ്രകാരം ഒരു ഗൃഹം നിർമ്മിച്ചു, അതിന് ചുറ്റുമതിലിട്ട് വളരെ ക്ലിയറായിട്ട് ചെയ്ത ഒന്നാണെങ്കിൽ അത് കഴിവതും അഡ്ജോയിൻ്റ് ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടികൾ വാങ്ങാതിരിക്കുക. അല്ല, ഇനി അത് വാങ്ങിയേ മതിയാകൂ, നമുക്ക് അനുകൂലമായിട്ട് വിലയും കാര്യങ്ങളും ഒക്കെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ വന്നെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വടക്കോ കിഴക്കോ ഭാഗത്ത് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാം. തെക്കും പടിഞ്ഞാറും കഴിവതും വാങ്ങാതിരിക്കുക. അല്ല, ഇനി തെക്കും പടിഞ്ഞാറും നമുക്ക് വാങ്ങേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ നമ്മളിപ്പോൾ വസിക്കുന്ന ഗൃഹം പൊളിച്ച് പണിയാൻ പറ്റുന്ന രീതിക്കാണെങ്കിൽ നമുക്കത് വാങ്ങിയിട്ട് അതിൻ്റെ അടുത്ത സ്ഥാനനിർണ്ണയം നടത്തിയിട്ട് നമുക്ക് പുതിയ ഗൃഹം, ഇത് പൊളിച്ചുകൊണ്ട് പുതിയ ഗൃഹം പണിതാൽ അവിടെ അതിൻ്റെ കുറ്റങ്ങളെല്ലാം മാറിക്കിട്ടും. അല്ലാതെ നമ്മുടെ പെർമനൻ്റ് ഹൗസിൻ്റെ തെക്കും പടിഞ്ഞാറും നമ്മൾ സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഗുണങ്ങൾ കിട്ടത്തില്ല.
വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കേൾക്കുമ്പോഴത്തേന് അതുപോലെ വാങ്ങിയ ആൾക്കാർക്ക് അവരുടെ അനുഭവം വെച്ച് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കോ, എന്താണ് അവർക്കുണ്ടായ അനുഭവം എന്നുള്ളത്. അപ്പം നമ്മുടെ പുരയിടത്തിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ഇടവഴി കിടപ്പുണ്ട്. എൻ്റെ തൊട്ടപ്പുറത്താണ് പറമ്പ്, ഒരു 5-6 സെൻറ്റ് കിടക്കുന്നു. അങ്ങനെ ആ വഴി ഉണ്ടെന്ന് വെച്ചിട്ട് അപ്പുറത്ത് വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അതും എപ്പോഴും നമ്മുടെ പെർമനന്റ് ഗൃഹത്തിൻ്റെ വടക്കും കിഴക്കും മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല, ഇനി തെക്ക് വശത്ത് അത്യാവശ്യമാണെങ്കിൽ മേടിക്കാം. അതൊരു വാസ്തു വിദഗ്ധൻ്റെ അറിവോടെ, ഈ വഴി ഉണ്ടെങ്കിൽ നമുക്കൊരെണ്ണം മേടിക്കാം. അറിവോടെ അത് മേടിച്ചിട്ട് അതിനുള്ളിൽ പുതിയ ബിസിനസ് സ്ഥാപനമോ അല്ലെങ്കിൽ മറ്റൊരു ഗൃഹമോ നിർമ്മിച്ച് അത് കറക്റ്റ് ചെയ്തെടുക്കണം. ചിലപ്പോൾ കാർ ഷെഡിനായിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ചിലപ്പം വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി സ്ഥലം വാങ്ങിച്ചിടുന്നതാവാം. അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ? അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു സെക്കൻഡ് ഹൗസ് പണിയാൻ അങ്ങനെയുള്ളതിന് മേടിക്കാം, അങ്ങനെയുള്ളതിന് മേടിക്കാം. പക്ഷേ അത് ഇട്ടുകൊണ്ടിരിക്കരുത്. അത് കാലതാമസം കൂടാതെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം. ഇതെല്ലാം വാസ്തുപ്രകാരം എല്ലാം നോക്കി ഗൃഹം പണിയുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതെ. ഗൃഹത്തോട് ചേർന്ന് കിടക്കുന്ന അധികമായിട്ടുള്ള പുരയിടം വിൽക്കാമോ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഇതിന് മുമ്പത്തെ ചോദ്യത്തിൽ നമുക്ക് വാങ്ങാമോ എന്നുള്ളതാണ്, ഇത് വിൽക്കാമോ എന്നുള്ളതാണ്. അതും ഇതേപോലെ തന്നെയാണ്. നമ്മുടെ തെക്കും പടിഞ്ഞാറും അധികമായിട്ടുള്ളത് നമുക്ക് വിൽക്കാം. നമ്മുടെ കറക്റ്റായിട്ടൊരു ഗൃഹം നിർമ്മിച്ച് അതിന് ചുറ്റുമതിലും കാര്യങ്ങളും എല്ലാം ഇട്ടതിന് ശേഷം എക്സസ് സ്ഥലം നമ്മുടെ തെക്കോ പടിഞ്ഞാറോ ഉണ്ടെങ്കിൽ അത് വിൽക്കുന്നതിൽ ഒരു ദോഷവുമില്ല. എന്നാൽ നമ്മുടെ ഗൃഹത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും വശത്തുള്ള കിഴക്കും വടക്കും ഭാഗത്തുള്ള വസ്തുക്കൾ വിൽക്കാതിരിക്കുക. ആ വസ്തുക്കളാണ്, അതിൽ നിന്നാണ് നമുക്ക് വലിയ അഭിവൃദ്ധികൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പല പുരയിടങ്ങളിലും ചില വീതം വെപ്പൊക്കെ കഴിയുമ്പോഴത്തേന് ക്ഷയിച്ചു പോകുന്നതിൻ്റെ കാരണം അതാ. ചിലർക്ക് ഗൃഹം മാത്രം കിട്ടും. അങ്ങനെ വരുമ്പോഴത്തേന് അതിൻ്റെ ആദ്യമേ വലിയ അഭിവൃദ്ധിയിലായിരിക്കും ആ കുടുംബം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. വീതം വെപ്പിൻ്റെ സമയം വരുമ്പോൾ അതിൻ്റെ നല്ല അംശങ്ങളെല്ലാം പല ഭാഗങ്ങളായിട്ട് മുറിഞ്ഞ് പലർക്കായിട്ട് പോകും. വീടിൻ്റെ ഒരു ഭാഗം ഒരു മോക്ക്, ഒരു ഭാഗം മോന്, അങ്ങനെ പലരുടെ വീതങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഗൃഹം കിട്ടിയ ആൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊന്നും ആ പുരയിടത്തിന് കാണുകയില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണ് പല ശ്രേഷ്ഠമായ കുടുംബങ്ങളും വീതം വെപ്പിന് ശേഷം നശിച്ചു പോകുന്നത്. അവിടെ അവസാനം കിട്ടുന്ന ആൾ ഇരുന്നു പോകും. അതുവരെയുള്ള ശ്രേഷ്ഠതയെല്ലാം ഘട്ടമായിട്ട് കട്ടായി പോകും. അതേസമയം മറ്റുള്ളവർ ചിലപ്പം അതിൽ നിന്ന് പുതിയതായിട്ട് ഒരെണ്ണം പണിയും, അല്ലെങ്കിൽ അതൊരെണ്ണം വിൽക്കും. അങ്ങനെ ചിലർ രക്ഷപ്പെടും, കറക്റ്റായിട്ട് ചെയ്യുന്നവർ. ബാക്കി ഇതുപോലെ നല്ല അംശങ്ങൾ മുറിഞ്ഞു പോകുന്നവർക്ക് ദോഷങ്ങൾ വന്നു ഭവിക്കും. എനിക്ക് തോന്നുന്നു ഇതിനൊരു പരിഹാരം എന്നുള്ളത് ഇത് മൊത്തമായിട്ടങ്ങ് വിറ്റിട്ട് ഒരു പുതിയ ഗൃഹവും സ്ഥലവും ഒക്കെ വാങ്ങിക്കുക. അങ്ങനെ അല്ല ചെയ്യണ്ടേ. എപ്പോഴും വീതം വെക്കുന്ന സമയത്ത് നല്ലൊരു വാസ്തു വിദഗ്ധന്, ഇതിൽ താല്പര്യമുള്ളവരോടാ പറയുന്നത് കേട്ടോ, എല്ലാവരോടും അല്ല. ഇതിൽ താല്പര്യമുള്ള വ്യക്തികൾ വീതം വയ്ക്കുന്ന സമയത്ത് നല്ലൊരു വാസ്തു വിദഗ്ധനെയും കൂടെ അതിൽ കൂട്ട് ചേർത്താൽ എല്ലാവർക്കും നല്ല ഗുണങ്ങളുണ്ടാകും. അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഭാഗങ്ങൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ശുഭകരമല്ലാത്ത കാര്യങ്ങളായിരിക്കും പിന്നെ ഇവിടെ നടക്കുന്നത്. ഒരു യുദ്ധം ഒഴിവാക്കാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെന്തായാലും യുദ്ധം മാത്രമല്ല, നമ്മുടെ വീട് അഭിവൃദ്ധിപ്പെടാനും ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സത്യം. ഓക്കെ. ഗൃഹനിർമ്മാണ ശേഷം പല പ്രഗത്ഭരും ധനാഢ്യരും ഒന്നുമല്ലാതെ അറിയപ്പെടാതെ പോകുന്നു. അതെന്തുകൊണ്ടാണ്? ഇത് പലപ്പോഴും ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ്. ഈ ധനാഢ്യരും അല്ലെങ്കിൽ ഈ പ്രമുഖരായ വ്യക്തികളും എല്ലാം മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. അവരെല്ലാം ഇങ്ങനെ ഓരോരോ അസ്വസ്ഥതകൾ വരുമ്പോഴത്തേന് ഭക്തിയുടെ മാർഗവും അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർഗങ്ങളിലേക്ക് തിരിഞ്ഞു പോകും. ഫലങ്ങൾ ഉണ്ടാകുന്നില്ല. ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ
സാധാരണക്കാരായ ആൾക്കാർ അവർ ഏതെങ്കിലും ഒരു പ്രശസ്തി ഇതിലേക്ക് അവർ വന്നു കഴിയുമ്പോഴത്തേന് അവർ പെട്ടെന്ന് ഒരു ഫ്ലാറ്റ് എടുത്തു, അവിടുന്ന് പിന്നെ കുറച്ച് സ്ഥലം മേടിച്ചു, വളരെ ഭംഗിയുള്ള ഗംഭീരമായ ഒരു വീട് വെച്ചു. അവിടെ കുറച്ച് നാൾ വസിച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ വിമർശനങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, ധനം കിട്ടാതാകും, പല പല ബിസിനസ്സിലേക്ക് കയറി കൈ കൊടുക്കും, പൊട്ടൽ വരും. അവിടുന്ന് 1 by 1 ആയിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴും ഇവർ മനസ്സിലാക്കുന്നില്ല ഈ ഗൃഹത്തിൻ്റെ ദോഷം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന്. ചിലർക്കിത് മനസ്സിലാക്കിയിട്ട് പലരും അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ചെമ്പുകമ്പി പ്രയോഗവും അല്ലാതെ നമ്മുടെ മാർക്കറ്റിലുള്ള പല സംഗതികളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്, ഫലം കിട്ടത്തില്ല. ഇങ്ങനെ ചെയ്ത് ഇവരുടെ സമയങ്ങൾ കഴിഞ്ഞു പോകും. പിന്നീട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. പിന്നെ അവരുടെ ഒന്നുമില്ല. അങ്ങനെയാണ് പല പ്രമുഖരും. ഇപ്പം നമ്മുടെ രാഷ്ട്രീയ മേഖലയായാലും ശരി, സിനിമാ മേഖലയായാലും ശരി, ഈ കായിക മേഖലയായാലും ശരി, ഈ മേഖലയിലെല്ലാം വളരെ ശക്തമായിട്ട് നിന്ന ആൾക്കാർ പലരും ഇന്ന് തിരശ്ശീലയ്ക്ക് പിന്നിലാണ്. അവരെ സഹായിക്കാൻ ഇന്ന് ആരുമില്ല. ഇവർക്കെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഇവരുടെ ആഡംബര വസതികൾ ഇവരെ ഇല്ലാതാക്കി കളഞ്ഞു. അവരുടെ വസതി തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പും നമ്മുടെ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും, നിങ്ങൾ എത്ര ഉന്നതനായാലും ശരി, നിങ്ങൾക്ക് കിട്ടുന്ന ഈ സമ്മാനങ്ങളും അവാർഡുകളും എല്ലാം കൊണ്ട് നിങ്ങൾ വയ്ക്കുന്നത് നിങ്ങളുടെ ഗൃഹത്തിലാണ്, മറ്റൊരിടത്തുമല്ല. അത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ ഇത്തരം ആൾക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൃഹം ശരി വരുത്തുക. ഞാനിങ്ങനെ പറയുമ്പോൾ പലർക്കും ചിലപ്പം വിമർശനങ്ങളൊക്കെ വരാം, അവർക്ക് തോന്നാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ ശരി. പക്ഷെ ഇത് മനസ്സിലാക്കി വരുമ്പോഴത്തേനും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ എത്രയോ കലാകാരന്മാരൊക്കെ നമ്മുടെ മൺമറഞ്ഞു പോയ ആൾക്കാരുണ്ട് അകാലത്തിൽ. അതുപോലെ ഇപ്പോഴും അവസരങ്ങളില്ലാതെ എത്രയോ ആൾക്കാർ നല്ല ലെവലിൽ നിന്നിട്ട് അവർ ഔട്ടായിപ്പോയി. അവരെ ഒന്നും ഒരാൾ വിളിക്കത്ത് പോലും ഇല്ല. ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ഗൃഹം തന്നെയാണ്. ഞാൻ എന്നാൽ പറഞ്ഞല്ലോ, എത്ര നല്ല ഉന്നതമായ ഹൊറോസ്കോപ്പ് ഉള്ളവരാണ് പ്രശസ്തരാകുന്നത്. എത്ര ഉന്നതമായ ഹൊറോസ്കോപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾ ഗൃഹം നിർമ്മിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഗൃഹത്തിനനുസരിച്ചായിരിക്കും പിന്നെ നിങ്ങളുടെ ഗ്രഹനിലയുടെ പോക്ക്. അതുകൊണ്ട് അത് പെർഫെക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ തിരശ്ശീലയ്ക്ക് പിന്നിലായി പോകും. ആരും നിങ്ങളെ മൈൻഡ് ചെയ്യാൻ കാണുകയില്ല. അതാണ് അതിൻ്റെ റീസൺ. ഈ പല സെലിബ്രിറ്റീസിൻ്റെ വീടുകൾ ഏകദേശം 9,000, 10,000 സ്ക്വയർ ഫീറ്റ്, 20,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ വീടാണ്. ഇതൊക്കെ വാസ്തുപരമായിട്ട് കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഇല്ല, ആദ്യമേ ആണെങ്കിൽ ഇതെല്ലാം നടക്കും. ഇത് പ്ലാനിൻ്റെ ഘട്ടത്തിലാണെങ്കിൽ ഇതെല്ലാം ശരിയാക്കാൻ സാധിക്കും. ഞാൻ നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഇതുപോലുള്ള സെലിബ്രിറ്റീസിൻ്റെയും വലിയ വലിയ ബിസിനസ്സുകാരുടെയൊക്കെ ഗൃഹങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അതല്ലേ 2-3 അടുക്കള, 2-3 റിസപ്ഷൻസ്, പിന്നെ എന്താ പറയുക, എക്സ്ട്രാ വീട് നിറച്ച് ബാത്റൂമുകൾ, ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയിലാണ് വീട് പോകുന്നത്. പിന്നെ എക്സ്ട്രാ ഔട്ട് ഹൗസുകൾ, സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള ഔട്ട് ഹൗസുകൾ, ധാരാളം വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഡോർ പോയിന്റുകൾ. അത് ആകുന്നിടത്തും ആകാത്തിടത്തും എല്ലാം വന്നു കഴിയുമ്പോൾ അവിടെ അനർത്ഥങ്ങളുണ്ടാവും. അതുകൊണ്ട് ആഡംബരം എത്രമാത്രം കൂടുന്നോ അതനുസരിച്ച് നമ്മൾ ഫെസിലിറ്റീസ് അവിടെ കൂട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഇറങ്ങാനും വണ്ടികൾ പാർക്ക് ചെയ്യാനും ഔട്ട് ഹൗസുകളും ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് പന്തിന് കാറ്റ് കുത്തിവിട്ട പോലെ പതുക്കെ അമങ്ങി ഇരുന്നു, പിന്നെ ഉരുളുകയല്ല. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ ഈ ഹോം തിയേറ്റർ സിസ്റ്റം, പിന്നെ ജിംനേഷ്യം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പണിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ അതിൻ്റെതായ പൊസിഷൻസിൽ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. സ്വിമ്മിംഗ് പൂള് നമുക്ക് ഒരിക്കലും വീടിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അല്ലെങ്കിൽ അതുപോലെ പ്ലിന്തേറിയയിലൊക്കെ ചെയ്യുന്നിടത്താണെങ്കിൽ പോലും ഗൃഹത്തിനുള്ളിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതിൻ്റെ അകത്തൊന്നും ഇവർ ഉദ്ദേശിക്കുന്ന പോലെ കുളിയും പരിപാടിയൊന്നും ഇറക്കി, ഇതൊക്കെ ചുമ്മാ ഒരു ഭംഗിക്ക് ആദ്യമേ പണിതിടും എന്നുള്ളതിനപ്പുറം
ഗുണം കിട്ടത്തില്ല. അതിനുള്ള അവസ്ഥകൾ അവർക്ക് ഉണ്ടാകില്ല. ഒന്നെങ്കിൽ ആരോഗ്യ പ്രശ്നമായി പോവും, അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് വസിക്കാൻ പറ്റാതായി പോവും, അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് അവരെ കൊണ്ടെത്തിച്ച് കളയും. എല്ലാ ആഡംബര വസതികളും ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കിക്കൂ. നമ്മുടെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ഇവാലുവേറ്റ് ചെയ്തു, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അതെ അതെ, ഈ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാതെ കുറേ നാൾ കഴിയുമ്പോൾ അത് മൂടിയിട്ടിട്ടേ മോളിൽ കൂടെ ഒരു പ്രതലം പോലെ എന്തെങ്കിലും ഇട്ട് കവർ ചെയ്തിട്ടിട്ട് താമസിക്കുന്നവരുണ്ട്. അങ്ങനെയുണ്ട്. ഒരു പ്രയോജനവുമില്ല, ഒരു പ്രയോജനവുമില്ല. അത് വ്രണത്തിന്റെ പുറത്ത് നമ്മൾ ബാൻഡേഡ് ഒട്ടിക്കുന്ന പോലെയേ ഉള്ളൂ. അപ്പം പൂർണ്ണമായിട്ട് മണ്ണോ കല്ലോ കട്ടയൊക്കെ അത് കംപ്ലീറ്റ് ഇട്ട് മൂടി ആ പ്രതലങ്ങളെല്ലാം ഒരുപോലെ ആക്കി അത് വാസ്തുവിന് അനുകൂലമായിട്ട് അതാക്കി തീർത്തെങ്കിൽ മാത്രമേ അതിന് ഗുണം കിട്ടത്തുള്ളൂ. അല്ലാതെ ഇപ്പം കിണറായാലും ശരി, മറ്റ് വേസ്റ്റ് വാട്ടർ പിറ്റ് ആയാലും ശരി, നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ആയാലും ശരി, അതിന് മുകളിൽ എന്ത് മെറ്റീരിയൽസ് ഇട്ടെന്ന് പറഞ്ഞാലും അതിന് ഗുണം കിട്ടത്തില്ല. അവസാനം വരുമ്പോൾ ഇതൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളന്നേ. ആ ലെവലിലേക്ക് അവരെ കൊണ്ടെത്തിക്കും. പല മണിമാളികകളും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഉള്ളവർക്ക് നേരെ പോയി കിടന്നൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ല, അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാം രോഗികളായി തീരും. ഇതും കൂടെ കഴിയുമ്പോൾ തന്നെ നല്ല കുതിര പോലെ നടന്ന ഭാര്യയും ഭർത്താവും ഇരിപ്പായി പോവും. ധാരാളം ആൾക്കാരെ എനിക്കറിയാം. ആ ഗൃഹം നിർമ്മിച്ചതോടുകൂടി ഇരിപ്പായി പോയി രണ്ടുപേരും. അല്ലെങ്കിൽ നല്ല മിടുക്കന്മാരായിട്ട് നടന്ന മക്കള് വെറും കഴിവ് കെട്ടവരായിപ്പോയി, അല്ലെങ്കിൽ ചില ആക്സിഡൻറ്റിൽ പെടുന്നു. നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ അവരായിത്തീരുക. അതുപോലെ തന്നെ വീടിന്റെ ഈ പുറം വശത്ത് ചുമരിനോട് ചേർന്ന് ഈ മണ്ണിട്ട് നിറച്ച് ചെടികൾ വെക്കാറുണ്ട്. അങ്ങനെ വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പാടില്ല. ഗൃഹത്തിന്റെ വശങ്ങളിലും 4 വശങ്ങളിലും ബോക്സ് പോലെ കെട്ടിയിട്ട് ആൾക്കാർ മണ്ണിട്ട് നിറച്ച് വയ്ക്കും. അത് മതിലിന്റെ സൈഡിൽ വെക്കാറുണ്ട്, മതിലിന്റെ മുകളിൽ വെക്കാറുണ്ട്. ഇതെല്ലാം തെറ്റാ. ആ എനർജി ലെവൽസിനെല്ലാം വ്യത്യാസം വരും. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. ഞാൻ നമ്മുടെ ഇതിനകത്ത് അതുകൊണ്ട് ഇതിന് മുമ്പുള്ള എപ്പിസോഡിലും അത് പറഞ്ഞിട്ടുണ്ട്. ഫൗണ്ടൻസ്, അത് വലിയ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ, വലിയ കല്ല് കൊണ്ടുള്ളതും മരം കൊണ്ടുള്ളതും പിന്നെ വലിയ വലിയ ചെടിച്ചട്ടികളും എല്ലാം കൊണ്ടുവന്ന് കോമ്പൗണ്ട് കംപ്ലീറ്റ് നിരത്തി വയ്ക്കും. ഇതെല്ലാം ഇതുപോലുള്ള ദോഷങ്ങളെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ വാസ്തുവിനെ പറ്റിയുള്ള കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർട്ടിൻ സാറിനെ വിളിക്കുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.